ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പാൽപ്പാട് ഉപയോഗിച്ചിട്ട് എങ്ങനെ നെയ്യ് ഉണ്ടാക്കാന്നാണ് കേട്ടോ കാണിക്കുന്നത്. ദിവസം വീട്ടിൽ പാല് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് തിളപ്പിച്ചാറിയതിനു ശേഷം അതിന്റെ മുകളിൽ വരുന്ന പാൽപ്പാട് എടുത്തിട്ട് ഒരു പാത്രത്തിലാക്കി വെക്കുക കേട്ടോ. നമ്മൾ ദിവസം ഇങ്ങനെ കോരിയെടുത്തിട്ട് ഈ പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിൽ വേണം കേട്ടോ സ്റ്റോർ ചെയ്യാൻ. നമ്മൾ നെയ്യ് ഉണ്ടാക്കുന്നതിന്റെ തലേ ദിവസം ഇതെടുത്തിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റണം. എന്നാലാണ് നമുക്ക് ഈസി ആയിട്ട് കോരിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിങ്ങനെ കോരിയെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്കാണ് കേട്ടോ ഇടുന്നത്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഞാനിപ്പോൾ ഇതിന്റെ പകുതിയാണ് കേട്ടോ ഇടണുള്ളൂ. ഇങ്ങനെ പകുതിയോളം എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഐസ് ക്യൂബ് ഇല്ലാച്ചെങ്കിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചാലും മതി കേട്ടോ. ഞാനിവിടെ ഐസ് ക്യൂബും സാധാ വെള്ളമാണ് കേട്ടോ ഒഴിക്കണത്. ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അടിച്ചെടുക്കുമ്പോൾ തന്നെ ഇതിന്റെ മൂടിയുടെ മുകളിലായിട്ട് ഇങ്ങനെ ബട്ടർ ഊറി വരുന്നത് കാണാൻ പറ്റൂ കേട്ടോ. അപ്പം നമ്മൾ ബട്ടർ ഊറി വരുന്നത് ഇങ്ങനെ കാണൽ തുടങ്ങിക്കഴിഞ്ഞാൽ മിക്സി ഓഫ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ജാറ് തുറന്ന് നോക്കിയാലും മതി കേട്ടോ. മുകളിൽ ഊറി വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ ഊറി വന്നിട്ടുള്ള ബട്ടർ എടുത്തിട്ട് നമ്മൾ കോരിയിട്ട് ഒരു പാത്രത്തിലിട്ട് ഇടുകയാണ് കേട്ടോ. ഇതിങ്ങനെ സ്പൂൺ വെച്ചിട്ട് തന്നെ കോരി എടുക്കാൻ പറ്റും കേട്ടോ. നമ്മളിത് സെക്കൻഡ് ബാച്ചും കൂടി ഇതേപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് അത്യാവശ്യം ബട്ടർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇത് അതുപോലെ കോരിയെടുത്തിട്ട് ആദ്യം ഇട്ടിട്ടുള്ള അതേ പാത്രത്തിലേക്ക് തന്നെയാണ് ഇട്ട് ഇടുന്നത്. ഇത് നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ കഴുകിയെടുക്കണം എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള ആ പാലിന്റെ അംശമൊക്കെ പുറത്തോട്ട് വരും കേട്ടോ. ഇപ്പൊ നമുക്ക് ഈ വെള്ളത്തിൽ കാണാൻ പറ്റും ഇതൊരു പാലിന്റെ കളറായിട്ടുള്ള വെള്ളമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ 2-3 വട്ടമൊക്കെ ഇങ്ങനെ കഴുകിയെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഒരു വട്ടം കഴുകിയെടുത്തിട്ട് ഇതിപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് കേട്ടോ കഴുകണത്. ഇപ്പോൾ ഇതാ ഈ വെള്ളത്തിന്റെ കളർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമുക്ക് നല്ല ബട്ടറാണ് കിട്ടിയിട്ടുള്ളത്. ഈ ബട്ടർ വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഉരുക്കാതെ തന്നെ നമുക്ക് ബട്ടർ ആക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. ഞാനിവിടെ നെയ്യ് ഉണ്ടാക്കുക കാരണം ഗ്യാസിൽ വെച്ചിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. നമ്മൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഉരുക്കിയെടുക്കാം. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ തന്നെ ഈ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇതുപോലെ ഇതിലിങ്ങനെ പത പോലെ വന്നിട്ടുണ്ടാവും. ആ ടൈമിൽ നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ വേപ്പിൻ്റെ ഇല ഇടുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ലും ഉണ്ടാവും. അതുപോലെ നമുക്ക് ഇതിന്റെ പാകം അറിയാൻ പറ്റും. ഈ വേപ്പിൻ്റെ ഇല ഇതാ മുരിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇത് പാകമായി എന്നാണ് കേട്ടോ ഇതിന്റെ അർത്ഥം. ഇത്രയും മുരിയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടെ കുറച്ച് കൂടി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.